ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യുഡൈസ് പ്ലസ്സിൽ നമ്മൾ കുട്ടികളെ എല്ലാവരും ആഡ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞു, പ്രോഗ്രഷനൊക്കെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ GP EP FP കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ പ്രോഗ്രഷൻ മൊഡ്യൂൾ ചെയ്ത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ആദ്യം ചെയ്യുക. അപ്പോൾ യുഡൈസിലേക്ക് നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റെപ്സൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ രീതിയിൽ എൻ്റർ ചെയ്ത് വരിക. ഫസ്റ്റ് നമ്മളൊരു ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾസ് കൊടുക്കുക. സ്റ്റേറ്റൊക്കെ പ്രസ് ചെയ്ത് യൂസർ ID പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് ആ പേജിലേക്ക് വരികയാണ്. വന്നതിന് ശേഷമാണ് നമ്മൾ സ്കൂൾ ഡാഷ്ബോർഡിൽ നിന്നും സെക്ഷൻ വൈസ് എടുത്ത് നമ്മുടെ ക്ലാസ്സിലേക്ക് ഏത് ക്ലാസ്സാണോ ആ ക്ലാസ് സെലക്ട് ചെയ്യുക. അതിനകത്തുനിന്ന് വ്യൂ ഓർ മാനേജ് ക്ലിക്ക് ചെയ്ത് വേണം കുട്ടികളുടെ ഡീറ്റെയിൽസ് GP EP FP ചെയ്യാൻ. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ യുഡൈസിലേക്ക് എൻ്റർ ചെയ്യാണ്. അങ്ങനെ യുഡൈസ് നമുക്ക് ഓപ്പണായി വരുന്ന ഒരു പേജിൽ നമുക്ക് ഇയർ സെലക്ട് ചെയ്യണം. അപ്പോൾ റെഡ് കളറിൽ കിടക്കുന്ന 2025-26 എന്നുള്ളത് ആ ഇയർ നമ്മൾ സെലക്ട് ചെയ്തു. വരുന്ന പേജിൽ വരുന്ന വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം ഏറ്റവും മേളിൽ ഒരു ഗ്രീന് റെഡ്, അതിന് തൊട്ടിപ്പുറത്തൊരു ബ്ലൂ കളറുണ്ട്. അതിലവിടെ വ്യൂ സെക്ഷൻ വൈസ് എന്നുള്ളതുണ്ട്. അതെടുക്കുമ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ സെക്ഷൻസ് ക്ലാസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻസ് വൈസ് ഇങ്ങനെ വരും. അതിൽ വ്യൂ ഓർ മാനേജ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന ക്ലാസ്സിൻ്റെ വ്യൂ ഓർ മാനേജ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ നെയിംസ് എല്ലാം അവിടെ വരുന്നതായിരിക്കും. അത് റൈറ്റിലേക്ക് നീക്കുന്ന സമയത്ത് റൈറ്റിൽ GP EP FP റെഡ് കളറിലായിരിക്കും കിടക്കുന്നത്. നമ്മളത് കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് GPയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ വരുന്ന ഡീറ്റെയിൽസ് ഏറ്റവും താഴെ ഒരു സേവ് ബട്ടൺ ഉണ്ട്, ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡീറ്റെയിൽസ് അവിടെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് മാറ്റാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്തിട്ടേക്കുന്ന ഡീറ്റെയിൽസ് ആണ്, അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് GP EP FP ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് വരുന്ന പേജിൽ GPയുടെ ഏറ്റവും താഴെ സേവ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പം EP വരും. ആ EPയിലുള്ളതും അതേപോലെ തന്നെ സേവ് ചെയ്താൽ മതി. അവിടെ ഏതെങ്കിലും ഡേറ്റ മിസ്സിംഗ് ആണെങ്കിൽ അത് റെഡ് ബോക്സിൽ കാണാം. സേവ് ബട്ടൺ അടിക്കുമ്പോൾ ഒരു റെഡ് ബോക്സിൽ വരും. അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്താ ഡീറ്റെയിൽസ് അവിടെ ഇല്ലാത്തതെന്ന് വെച്ചാൽ ചെയ്യുക. ചില കുട്ടികളുടെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് FPയിലേക്ക് പോകും. ആ FPയിൽ പക്ഷേ നമ്മൾ എല്ലാ കുട്ടികളുടെയും ഒരു 5-6 ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ കുട്ടിയുടെ EP ചെയ്തപ്പോൾ 2 ഡീറ്റെയിൽസ് മിസ്സിംഗ് ആയിട്ട് ഇടുന്നു. റെഡിങ്ങിൽ കാണിച്ചു. എനിക്ക് സേവ് ആവുന്നില്ല. ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന അഡ്മിഷൻ നമ്പറൊക്കെ ആയിരുന്നു കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് കൊടുത്ത് EP സേവ് ചെയ്തു. അതിനുശേഷം FPയിലേക്ക് വരും. FPയിൽ നമുക്ക് ആദ്യമുള്ള ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നോ ഒരു 4 നോ പ്രസ് ചെയ്യാനുണ്ട്. പിന്നെ കുട്ടി ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ ടാലൻറ്റഡ് NCC അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ S കൊടുക്കാനുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ദെൻ അതിനുശേഷം കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും ഏകദേശം ഒരു മെഷർമെൻറ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ആ മെഷർമെൻറ്റ് അവിടെ കൊടുക്കുക. ദെൻ ആ കുട്ടിക്ക് വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കാനുണ്ട്. അതിനുശേഷം കുട്ടിയുടെ പാരൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു മോർ ദാൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അത് നോക്കിയിട്ട് അത് ചെയ്യുക. ഇത്രയും ചെയ്ത് സേവ് അടിക്കുക. അപ്പോഴത്തേക്ക് ഒരു പേജ് വരും. ആ പേജിൽ ഈ 3 കാര്യങ്ങളോട് ഒരുമിച്ച് വരുന്നതായിരിക്കും. അതിന് ഏറ്റവും താഴെ കംപ്ലീറ്റ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കംപ്ലീറ്റ് ഡേറ്റ പ്രസ് ചെയ്യുമ്പോഴേ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ കുട്ടി ഇൻകംപ്ലീറ്റിൽ നിന്നും കംപ്ലീറ്റിലേക്ക് മാറും. അത് അപ്പം തന്നെ കാണിക്കില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അപ്പോൾ അത് റെഡ് കളറിൽ കിടന്ന GP EP FP എല്ലാം എന്താവും, ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് ഇവിടെ വരും. ആ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് ഓക്കെ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് ആ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് നമ്മൾ അടിക്കുമ്പോൾ അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് വരും. ഇവിടെ ഇപ്പോൾ ആ കംപ്ലീറ്റ് ഡേറ്റ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് ആ കുട്ടിയുടെ ഫസ്റ്റ് കുട്ടിയുടെ ഡേറ്റ കംപ്ലീറ്റ് ആയി. അവിടെ തന്നെ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ വരും. ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് ഉണ്ടോ ആ കുട്ടികളുടെ ഇത്രയും GP EP FP എളുപ്പം തന്നെ ചെയ്യാം കേട്ടോ. ആദ്യം അതങ്ങ് സേവ് ചെയ്യുക, ഈ GP. ദെൻ EP സേവ് ചെയ്യുക. FP അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് കൊടുക്കുക. കംപ്ലീറ്റ് ഡേറ്റ അടിക്കുക. ഇത്രയും സ്റ്റെപ്പേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു മടി കൂടാതെ ജസ്റ്റ് ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു വട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കും. അങ്ങനെ ഇന്ന് തന്നെ നമുക്കത് ചെയ്യണം. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും യുഡൈസിൻ്റെ ചെയ്യേണ്ട സമയമൊക്കെ തീരാറായി. അതുകൊണ്ട് വീഡിയോസ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. അങ്ങനെ എല്ലാ കുട്ടികളുടെയും ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ആ യുഡൈസിലേക്ക് പുതിയതായിട്ട് വന്ന കുട്ടികളോട് ആഡ് ചെയ്തിട്ട് GP EP FP ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടേത് നമുക്ക് മറന്നു പോകും. നമ്മൾ ഇവരുടെ എല്ലാം ചെയ്തതിന് ശേഷം മറ്റവരെ ആഡ് ചെയ്തിട്ടിട്ട് അവരുടെ GP ചെയ്യാനൊക്കെ മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടേക്കുക.
അതും പഴയ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് പഴയ സ്കൂളിൽ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആയിരിക്കും. ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, പാരൻറ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം കുട്ടിയുടെ പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹെഡ് ഉണ്ടല്ലോ, ഇത് പറഞ്ഞു തരുന്ന റൂൾസ് പറഞ്ഞു തരുന്ന അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ IASുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരത് കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. വീഡിയോ ബ്ലർ ആക്കിയിട്ടേക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതിനാലാണ്. അതുകൊണ്ട് എല്ലാവരും വോയിസ് കേട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.